Hi everyone. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാക്കേജസിൻ്റെയും ഇൻ്റർഫേസിൻ്റെയും ഡെമോൺസ്ട്രേഷനാണ്. അപ്പം നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പാക്കേജിൽ നമുക്ക് ആവശ്യമായ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കേജിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് np.programs.l010 ഇങ്ങനെയൊരു സ്ട്രക്ചറാണ്. അതായത് NP എന്ന് പറയുന്ന പാക്കേജ്, അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ പാക്കേജ്, അതിൻ്റെ ഉള്ളിൽ L010 എന്ന് പറഞ്ഞ പാക്കേജ്, ലെക്ചർ 10നെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാക്കേജിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതാൻ പോകുന്ന ക്ലാസ്സസ് എല്ലാം വരുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്കറിയാം നമ്മൾ എഴുതാൻ പോകുന്ന സോഴ്സ് കോഡെല്ലാം വരുന്നത്, ലെക്ചർ 10ൻ്റെ പാർട്ടായിട്ട് എഴുതാൻ പോകുന്ന സോഴ്സ് കോഡെല്ലാം വരുന്നത് ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പാക്കേജസിനെ ജാവ ഹാൻഡിൽ ചെയ്യുന്നത് ഫോൾഡേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു പാക്കേജ് സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളതെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കറൻ്റ്ലി നമ്മുടെ ഫോൾഡറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ട്രീ എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ട്രീ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടും കറണ്ട് ഫോൾഡർ സ്ട്രക്ചറിൻ്റെ. കറണ്ട് ഡയറക്റ്റിൽ ഒരു ഫയൽ മാത്രമാണുള്ളത്, ഫോൾഡേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് make dir എന്നുള്ള കമാൻഡാണ്. make dir ആദ്യം NP എന്ന് പറഞ്ഞ ഫോൾഡർ, അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ഫോൾഡർ, അതിൻ്റെ ഉള്ളിൽ L010 എന്ന് പറഞ്ഞ ഫോൾഡർ. ഇനി ഇതിപ്പം NPൻ്റെ ചൈൽഡാണ് പ്രോഗ്രാം, അതിൻ്റെ സബ് ഫോൾഡറാണ് L010. ഇത് മൂന്നും ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ -p എന്ന് പറയുന്നൊരു ഫ്ലാഗ് കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഞാൻ ട്രീ എന്ന് പറഞ്ഞ കമാൻഡ് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും NP എന്ന് പറഞ്ഞ ഫോൾഡർ, അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാംസ്, അതിൻ്റെ ഉള്ളിൽ L010. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ്. ഇത്രയാണ് നമ്മുടെ പാക്കേജിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ഈ ഫോൾഡർ സ്ട്രക്ചറിൻ്റെ പുറമെ നിന്ന് വേണം പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനും കോൾ ചെയ്യാനും. അപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ L010 വന്നിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ വേണം പ്രോഗ്രാം എഴുതാൻ. കമ്പൈൽ ചെയ്യുമ്പം ഈ പാക്കേജിൻ്റെ പുറത്ത് NPയുടെ പുറത്ത് വന്നിട്ട് വേണം കമ്പൈൽ ചെയ്യാൻ. കോൾ ചെയ്യുമ്പോഴും NPൻ്റെ പുറത്ത് വന്നിട്ടാണ് കോൾ ചെയ്യാൻ. ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. പ്രോഗ്രാം എഴുതാൻ വേണ്ടി JDit എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാണ്. NP പ്രോഗ്രാംസ് L010, പ്രോഗ്രാമിൻ്റെ പേര് ഇൻ്റർഫേസസ് demo.java എന്നുള്ളതാണ് പ്രോഗ്രാമിൻ്റെ പേര്. പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്നു. പ്രോഗ്രാമിൻ്റെ പേരെന്താണോ ആ പേര് തന്നെയായിരിക്കും നമ്മുടെ മെയിൻ മെത്തേഡ് വരുന്ന ക്ലാസ്സിന് വേണ്ടത്. അപ്പോൾ ക്ലാസ് ഇൻ്റർഫേസസ് ഡെമോ പബ്ലിക് static void main string argus. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ ഈ ആർഗസിൻ്റെ യൂസേജ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിൽ തന്നെ ഈ ആർഗസിൻ്റെ യൂസേജും കൂടെ എക്സ്പ്ലനേഷൻ ആയിക്കോട്ടെ. അപ്പം ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് രണ്ട് ഇൻ്റർഫേസസ് ഡിഫൈൻ ചെയ്യുന്നു, ആ ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇൻ്റർഫേസ് മാത്ത് കോൺസ്റ്റൻസ് എന്ന് പറയുന്നൊരു ഇൻ്റർഫേസാണ്. അപ്പോൾ ഈ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നത് കുറച്ച് കോൺസ്റ്റൻറ്റ് വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, തിയറി സെക്ഷനിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് കൊടുക്കാം, അതല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്റ്റാറ്റിക് വേരിയബിൾസ് കൊടുക്കാം. ഞാനിവിടെ മാത്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് പൈ എന്ന് പറയുന്നത്. അപ്പോൾ പൈ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻ്റർഫേസ് യൂസ് ചെയ്യാണ്. അപ്പം പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ പൈ ഈക്വൽ ടു 3.14, ഡാറ്റ ടൈപ്പ് പറഞ്ഞില്ല, ഡബിൾ പൈ ഈക്വൽ ടു 3.14. ഓക്കെ, ഇനി നമുക്ക് ഒന്നെങ്കിൽ ഈ കോൺസ്റ്റൻറ്റ് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഈ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മാത്ത് കോൺസ്റ്റൻസ് ഡോട്ട് പൈ എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്ത് അതിനെ ആക്സസ് ചെയ്യുകയോ ആവാം. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസസിൻ്റെ ഒരു പർപ്പസ്, ഇൻ്റർഫേസ് ഫോർ math constants. രണ്ടാമത് ചെയ്യാൻ പോകുന്നത് ഞാൻ 2D
ഷേപ്പ് എന്ന് പറയുന്നൊരു 2D ഷേപ്പ് എന്ന് പറയുന്നൊരു ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്യാണ്. 2D ഷേപ്പിന് ജനറലായിട്ട് വരാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഇൻ്റർഫേസ് വഴി ഞാൻ പറയുന്നത്. അതായത് നിങ്ങളൊരു 2D ഷേപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും വരേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ മെത്തേഡ് ഡബിൾ ഫൈൻഡ് ഏരിയ. അപ്പോൾ ഒരു 2D ഷേപ്പ് ആണെങ്കിൽ അതിന് നിശ്ചയമായിട്ടും ഏരിയ ഉണ്ടാവും. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് നിർബന്ധമായിട്ട് ഒരു 2D ഷേപ്പിൽ വേണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടെ വേണമെന്ന് പറയാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ കോഡ് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ തൽക്കാലം കമൻറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു അബ്സ്ട്രാക്ട് മെത്തേഡാണ്. കാരണം നമ്മൾ മെത്തേഡിൻ്റെ സിഗ്നേച്ചർ മാത്രം, അതായത് മെത്തേഡിൻ്റെ ഹെഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മെത്തേഡിൻ്റെ ബോഡി കൊടുത്തിട്ടില്ല. ഹെഡർ കൊടുത്തതിന് ശേഷം നമ്മൾ സെമിക്കോളൻ വെച്ച് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന് മുൻപ് ഞാൻ അബ്സ്ട്രാക്റ്റ് എന്ന് കൊടുത്തിട്ടില്ല. ജാവ ഇൻറ്റേർണലി ഇതിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2D ഷേപ്പ് എന്നുള്ള ഇൻ്റർഫേസ് ആയി. ഇനി അടുത്ത് ഞാൻ വന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്ലാസ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ് എന്താണ്? ഒരു 2D ഷേപ്പാണ്. നമുക്ക് പറയാം റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ് ഈസ് ആൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ 2D ഷേപ്പ്. അപ്പം നമുക്ക് പറയാം ഇംപ്ലിമെൻറ്റ്സ് 2D ഷേപ്പ്. അതായത് റെക്റ്റാങ്കിളിന് നമുക്ക് നമ്മൾ മുൻപേ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടാവണം എന്ന് നമുക്കൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മൾ 2D ഷേപ്പ് എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ റെക്റ്റാങ്കിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന അബ്സ്ട്രാക്ട് മെത്തേഡിനെ റീഡിഫൈൻ ചെയ്യണം. ഞാനത് വെറുതെ ഒരു ഡെഫിനിഷൻ എഴുതാണ്. ഫൈൻഡ് ഏരിയ. ബോഡി ഒന്നും കൊടുക്കുന്നില്ല, ഡമ്മി ബോഡി കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഞാൻ സർക്കിൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റോടെ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ക്ലാസ് കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. സർക്കിൾ എന്ന് പറയുന്നത് 2D ഷേപ്പാണ്. അപ്പോൾ സർക്കിൾ ഓൾസോ ഇംപ്ലിമെൻറ്റ്സ് 2D ഷേപ്പ്. ഇവിടെയും ഈ നേരത്തെ നമ്മൾ കൊടുത്തതുപോലെ ഒരു ഡമ്മി മെത്തേഡ് കൊടുക്കുകയാണ്. ഇതിലെ കോഡ് നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്ര ആയി കഴിയുമ്പോൾ നമുക്ക് പറയാം ഇത് നമ്മളിപ്പം ചെയ്തതിൻ്റെ ഉദ്ദേശം, അതായത് ഏത് 2D ഷേപ്പ് എടുത്താലും ആ 2D ഷേപ്പ് ഈ 2D ഷേപ്പ് എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ചും പറയാൻ പറ്റും ആ 2D ഷേപ്പിൽ ഫൈൻഡ് ഏരിയ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഫൈൻഡ് പെരിമീറ്റർ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളിലെല്ലാം നമുക്ക് ഇങ്ങനൊരു മെത്തേഡ് ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫൈൻഡ് ഏരിയ. ഇനി നമുക്ക് റെക്റ്റാങ്കിളിൻ്റെയും ക്ലാസിൻ്റെയും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാം, ഡെഫിനേഷനിലേക്ക് പോകാം. അപ്പോൾ റെക്റ്റാങ്കിളിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ ഇത് രണ്ടും പ്രൈവറ്റ് ആണ്. ഇനി അടുത്തത് ഞാനൊരു കൺസ്ട്രക്ടർ എഴുതാണ് റെക്റ്റാങ്കിളിന്. റെക്റ്റാങ്കിൾ ഇപ്പം L ആൻഡ് ഇൻറ്റ് B. കൺസ്ട്രക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂ പാസ് ചെയ്ത് തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ലോക്കൽ വേരിയബിളിൽ ഇതിൻ്റെ മെമ്പർ ഇൻസ്റ്റൻസ് വേരിയബിളിലേക്ക് നമ്മൾ ആ വാല്യൂ സെറ്റ് ചെയ്യാണ്. this.l equal to L and this.b equal to B. അതേപോലെ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്കൊരു റേഡിയസ് വേണം. int r. ഇൻറ്റിജേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ കൺവീനിയൻസ് ഓൺലി. അതുപോലെ ഇത് എഴുതാണ് കൺസ്ട്രക്ടർ എഴുതാണ് സർക്കിൾ int r എന്ന് കൊടുത്തു കഴിഞ്ഞാൽ this.r equal to പാസ് ചെയ്തിട്ട് r. ഇത്രയാണ് കൺസ്ട്രക്ടറിൽ വരുന്നത്. ഇനി നമുക്ക് ഫൈൻഡ് ഏരിയൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമോ? അപ്പം ഫൈൻഡ് ഏരിയ വളരെ സിമ്പിളാണ്. റിട്ടേൺ L into B. L into B കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുക. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നിൽ നമുക്ക് ഈ മാത്ത് കോൺസ്റ്റൻസ് കംപ്ലീറ്റ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇംപ്ലിമെൻറ്റ്സ് 2D ഷേപ്പ് കോമ മാത്ത് കോൺസ്റ്റൻസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർഫേസിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺസ്റ്റൻസിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ഫൈൻഡ് ഏരിയയിൽ നമുക്ക് വരുമ്പം റിട്ടേൺ പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ.
ഇങ്ങനെ കൊടുത്താൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇംപ്ലിമെൻറ്റ്സിൽ ഇത് യൂസ് ചെയ്യാതെ math constants dot py ഇങ്ങനെയും കൊടുക്കാം. ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ ഫൈൻഡ് ഏരിയ എന്നുള്ള മെത്തേഡ് ഇംപ്ലിമെൻ്റ് ആയി. ഇനി നമുക്ക് ഇത്രയും ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർഫേസസിൻ്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സസിൻ്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാക്കാം. rectangle my rectangle is equal to new rectangle of 5,3. അപ്പോൾ ലെങ്ത്ത് 5ഉം ബ്രെഡ്ത്ത് 3ഉം ഉള്ള ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ സർക്കിൾ my circle is equal to new circle of അപ്പോൾ നമുക്ക് റേഡിയസ് പറയണം. റേഡിയസ് 5 ഉള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ യൂസ് ചെയ്ത് ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു മൈ റെക്റ്റാങ്കിൾ ഡോട്ട് ഫൈൻഡ് ഏരിയ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്ത് ആ വാല്യൂ അവിടെ റീപ്ലേസ് ആയിക്കോളും. ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് സർക്കിളിൻ്റെ ഏരിയയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് circle is equal to my circle dot find area. അപ്പം ആദ്യത്തത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും, രണ്ടാമത്തത് സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഫയൽ സേവ് ചെയ്തു, വീണ്ടും ഫോൾഡറിൽ വന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ട്രീ കമാൻഡ് കൊടുത്തിട്ട് എൻഷുർ ചെയ്യാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് NP എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ പുറമെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ഫോൾഡർ. ഈ ഡോട്ടാണ് നമ്മുടെ കറണ്ട് ഫോൾഡർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് NP എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ പുറത്താണ്. NP എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലല്ല. അപ്പം NPൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ നമുക്കിങ്ങനൊരു റിസൾട്ടാണ് കിട്ടുക. ഉണ്ടോ? NPൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ മാത്രം. നമ്മൾ NPൻ്റെ പുറത്ത് വരണം. എങ്ങനെയാണോ പാക്കേജ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ പാക്കേജിൻ്റെ പുറമെ വരണം. പുറമെ വന്നതിന് ശേഷം JavaC NP programs L010 ഫയൽ നെയിം. ഓക്കെ, ഇപ്പോൾ രണ്ട് എറർ വന്നിട്ടുണ്ട്. എറർ പറഞ്ഞിരിക്കുന്നത് അറ്റംപ്റ്റിംഗ് ടു അസൈൻ വീക്കർ ആക്സസ് പ്രിവിലേജസ് ഇറ്റ് വാസ് പബ്ലിക്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇൻ്റർഫേസസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫൈൻഡ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ ആക്സസ് കൺട്രോൾ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നും കൊടുക്കാത്തപ്പം നമ്മൾ കണ്ടു ഒരു ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത് സെയിം പാക്കേജിനുള്ളിൽ സെയിം ക്ലാസ്സിലും സബ് ക്ലാസ്സിലും മാത്രമാണ് അതിന് ആക്സസ് ഉള്ളത്. സെയിം ക്ലാസ്സിൽ സബ് ക്ലാസ്സസിൽ ആൻഡ് അതർ ക്ലാസ്സസ് ഇൻ ദി സെയിം പാക്കേജ്. സെയിം പാക്കേജിനുള്ളിൽ മാത്രമാണ് അതിൻ്റെ ആക്സസ് ഉള്ളത്. ഇനി പക്ഷേ ഇൻ്റർഫേസസിൽ നമ്മളൊരു മെത്തേഡ് പറയുമ്പോൾ അതിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് പബ്ലിക്കാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കാണ്. പക്ഷേ ക്ലാസ്സിൽ നമ്മൾ ഫൈൻഡ് ഏരിയ ഡിഫൈൻ ചെയ്തപ്പം ക്ലാസ്സിൻ്റെ ഉള്ളിലെ ഡിഫോൾട്ട് ആക്സസ് എന്ന് പറയുന്നത് പബ്ലിക്കിന് താഴെയുള്ള ഇൻ പാക്കേജ് മാത്രമാണ് ആക്സസ് വരുന്നത്. പബ്ലിക്കാണ് എല്ലായിടത്തും ആക്സസ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇൻ്റർഫേസിലുണ്ടായിരുന്നത് പബ്ലിക് ആക്സസ് ആണ്. അത് ഇൻ്റർഫേസിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഇൻ്റർഫേസിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ആക്സസ് സ്പെസിഫയർ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെ ഡിഫോൾട്ടായിട്ട് പബ്ലിക്കായിട്ടാണ് എടുക്കുക. ഈ അബ്സ്ട്രാക്റ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ അബ്സ്ട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ പബ്ലിക് കൊടുത്തിട്ടില്ലെങ്കിൽ പബ്ലിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് അബ്സ്ട്രാക്ട് ഡബിൾ ഫൈൻഡ് ഏരിയ എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഇൻറ്റേർണൽ മീനിങ് വരുന്നത്. ഇതിന് ജാവ ഓട്ടോമാറ്റിക്കലി ഇൻറ്റേർണലി ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ആക്സസ് സ്പെസിഫയർ കൊടുത്തിട്ടില്ല. അപ്പോൾ ആക്സസ് സ്പെസിഫയർ കൊടുക്കാത്തത് കാരണം പബ്ലിക്കിനേക്കാളും കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്സസ് സ്പെസിഫയറിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻ്റർഫേസിൽ പബ്ലിക്കായി കിടന്ന സാധനത്തിന് അതിനെ കുറച്ചുകൂടെ വീക്കറായിട്ടുള്ള ഒരു, അതായത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്സസ് സ്പെസിഫയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ട്രൈ വരുന്ന പറഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ പബ്ലിക്കായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യണം. അതേപോലെ സർക്കിളിലും ഈ മെത്തേഡിനെ പബ്ലിക്കായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യണം.
അതിനുശേഷം വീണ്ടും നമുക്ക് കമ്പൈൽ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എററൊന്നുമില്ല. ഇനി വീണ്ടും നമ്മൾ ഫോൾഡർ സ്ട്രക്ചർ നോക്കുകയാണ്. ഫോൾഡർ സ്ട്രക്ചർ നോക്കിക്കഴിയുമ്പം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്ന ഓരോ ഇൻ്റർഫേസിനും ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് സെപ്പറേറ്റ് ഡോട്ട് ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ 1, 2, 3, 4, 5 ഇങ്ങനെ 5 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇൻ്റർഫേസ് ഈസ് ഓൾസോ സ്പെഷ്യൽ ക്ലാസ്. അപ്പം 5 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3, 4, 5 ക്ലാസ് ഫയൽസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഫയൽസ് എല്ലാം കിടക്കുന്നത് ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. L010 എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. അതായത് ആ പാക്കേജിൻ്റെ ഉള്ളിലാണ്. np.programs.l010 എന്ന് പറയുന്ന പാക്കേജിൻ്റെ ഉള്ളിലാണ് ഈ ഫയൽസ് എല്ലാം കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ npൻ്റെ പുറത്ത് തന്നെയാണ് നിൽക്കേണ്ടത്. npൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ജാവ np.programs.l010.interface demo നമ്മുടെ മെയിൻ മെത്തേഡ് കിടക്കുന്ന ക്ലാസ്സിനെ കോൾ ചെയ്യാം. അപ്പോൾ കോൾ ചെയ്ത് കഴിയുമ്പം എന്താ പറയുന്നത്, നമ്മൾ പാക്കേജ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ പാക്കേജും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ. പാക്കേജ് സ്പെസിഫൈ ചെയ്യേണ്ടത് പ്രോഗ്രാമിൻ്റെ ഏറ്റവും ടോപ്പിൽ ബിഗിനിങ്ങിലായിട്ട് വേണം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പാക്കേജ് np.programs.l010. നമ്മളിത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാം ഫോൾഡറിന് എങ്ങനെയാണോ പേര് കൊടുത്തത് അതേ കേസ് യൂസ് ചെയ്തിട്ട്, അപ്പോൾ ക്യാപിറ്റൽ കേസും ലോവർ കേസൊക്കെ അപ്പർ കേസ് ലോവർ കേസൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫോൾഡറിനും പാക്കേജിനൊക്കെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാക്കേജും കൂടെ സ്പെസിഫൈ ചെയ്തു. ഇതിൻ്റെ മീനിങ് ഈ സോഴ്സ് ഫയൽ എന്ന് പറയുന്നത് ഈ പാക്കേജിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ കമ്പൈൽ ചെയ്യാം. വീണ്ടും റൺ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് റൺ ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഏരിയ ഓഫ് റെക്ടാങ്കിളും ഏരിയ ഓഫ് സർക്കിളും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡയറക്ടറിയിൽ interfaces.demo.java എന്നും np എന്ന് പറയുന്ന 2 ഫോൾഡേഴ്സാണുള്ളത്. ഇനി npൻ്റെ ഉള്ളിൽ പോയിട്ട് പ്രോഗ്രാംസിൻ്റെ ഉള്ളിൽ പോയിട്ട് L010ൻ്റെ ഉള്ളിൽ പോയിട്ട് വീണ്ടും നമ്മൾ ls എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ interfaces demo.class എന്ന ഫയൽ കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ റൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് പറയും, എറർ പറയും, ഇത് കറക്റ്റ് പാക്കേജിൽ അല്ല നിൽക്കുന്നത്, ഇങ്ങനൊരു ഫോൾഡർ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേണം ഇത് നിൽക്കാൻ എന്ന് പറഞ്ഞ് എറർ പറയും. അപ്പോൾ വീണ്ടും നമ്മൾ പഴയ ഡയറക്ടറിയിലേക്ക് തിരിച്ചു പോവുക. തിരിച്ചു പോയതിന് ശേഷം റൺ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ np.programs.l10.interfaces demo എന്ന് പറഞ്ഞ് റൺ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാക്കേജസ് മാനേജ് ചെയ്യുന്നത്. പാക്കേജസ് മാനേജ് ചെയ്യുകയും പാക്കേജസ് എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ.